ചെറിയ മത്തൻ. പിന്നെ സദ്യ സ്റ്റൈല് മത്തനരിശ്ശേരിയാണ് കേട്ടോ, വറുത്തരിശ്ശേരി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക എന്നും പറയുന്ന പോലെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ മത്തൻ ചെറിയ മത്തനാണ്. അതിലൊരു കുത്തുണ്ടായിരുന്നു, പിന്നെ മുഴുവൻ വേണ്ടേ തികയുണ്ടേ. ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാട്ടാ. മത്തന് നല്ല 200 മത്തന് നല്ല 200 എന്ന് ഇല്ലമ്മ. നല്ല 100 പറയുന്നത് 200 ചെറുതായിട്ട് കുറെ ദിവസമായില്ലേ. കുമ്പളങ്ങ ചേന നാളെ എത്തോണം. ആ നാളെ ഇല്ല 26-ാം തീയതി എത്താം. 2 ചിത്തിര വരുന്നുള്ളൂ. 2 ചിത്ര വരുന്നത് 11 ദിവസമുണ്ട് പ്രാവശ്യം ഓണത്തിന്. കളയരുത് കളയരുത്. ശരിക്കും കുറച്ച് തേങ്ങ ഇറങ്ങട്ടെ, കുറച്ച് പോരാ, കുറച്ച് അധികം വേണ്ട. എല്ലാവർക്കും ഹാപ്പി ഓണം. ആ തൊട്ട് ഇവിടെ ഓണമാണ്. ഇവിടെ അല്ല എല്ലായിടത്തും ഇവിടെ ഓണമാണ്. ഇവിടെ നാളെ തൊട്ട് പരിപാടിയാ. എങ്ങനെ അതിനും ഉണ്ടാക്കും. മത്തനെ എരിശ്ശേരി വെക്കാട്ടാ. ഇതാ ഒരു ചെറിയ മത്താണ്ട്, ചെറുതാണ്. അത് മുഴുവൻ എടുത്തു, അല്ലെങ്കിൽ തികയില്ല. ഇവിടെ മത്ത ഇഷ്ടമാണ് എല്ലാവർക്കും. ഒരു കഷ്ണം ചേന എണ്ണ ആരെങ്കിലും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടാ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ, വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി വേകട്ടെ. നന്നായി വേകട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് ഒരു മുറിയും കുറച്ചും കൂടി ഇട്ടാ, ഒരു തേങ്ങയിൽ ഒരു മുറിയും കുറച്ചും. അല്ലെ ഇത്ര വറുത്തിടാൻ വേണം, ഇത്ര അരയ്ക്കാൻ. വറുത്തൊക്കെ ഇടുമ്പോൾ സൂപ്പറാണ്. വറുത്തരിശയില്ലേ ഇത്ര അരക്കെടുത്ത് 1/2 ടീസ്പൂൺ നല്ല ജീരകം അരച്ചിട്ട് വരാം. നന്നായിട്ടല്ല കേട്ടോ, ചതയ്ക്കാം. ചതച്ചതിലും കൂടുതൽ അരയ്ക്കാം. നമ്മുടെ മട്ടൻ വന്നു കേട്ടോ, വല്ലാണ്ട് ഉടയണ്ട. നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടെ. ചമ്മന്തി പോലെ കൈ എന്നെ സാരം. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. കറി തിളച്ചു. ഇനി താളിച്ചിടുക കേട്ടോ. നെയ്യിലാണോ താളിക്കുന്നത്? ചീഞ്ചട്ടി നന്നായി ചൂടാകട്ടെ കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ. നന്നായി ചൂടാവട്ടെ എണ്ണ. നന്നായി ചൂടായി. കടുക് കൊടുക്കുക, വറ്റൽമുളക്,
വേവോളം കറിവേപ്പില. ഇത്ര തേങ്ങാട്ടാ. നല്ല കളറ് വരുന്ന വരെ വറുത്തെടുക്കണം. കരിയാണ്ട് നന്നായി വറുത്തെടുക്കണം. ആയിട്ടാ അരച്ചതിനേക്കാളും കൂടുതലുണ്ടല്ലോ വറുത്തിട്ടപ്പോൾ. രണ്ടും പകുതി. മത്തൻ എരിശ്ശേരി സൂപ്പർ ടേസ്റ്റാണ്. ഒരു പപ്പടമോ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ പപ്പടമാണ് ബെസ്റ്റ്. ഉണ്ണി തലയാടും ഇവിടെ തിന്നില്ല. ശരി, എന്താ അമ്മ ചെയ്യുന്നത്? 4 ഉണക്കമീനുണ്ട്. എനിക്ക് മാത്രം. അച്ഛനോ എണ്ണ ചൂടായിട്ടങ്ങ് വെച്ച് കൊടുത്താൽ നന്നായി വഴറ്റേട്ടാ. ചൂട് ചോറ് നല്ല മത്തൻ അരിശ്ശേരിട്ടാ. ഉണക്കമീൻ. ഇതാ ഒരു ഉണക്കമീൻ. നിങ്ങൾ എങ്ങനെയാ കമൻറ്റ് ചെയ്യാട്ടാ. എങ്ങനെയാണ് എരിശ്ശേരി വെക്കണമെന്ന്. നല്ല ടേസ്റ്റ് അല്ലേ? വളരെ സിമ്പിൾ. ഞങ്ങളിത് ഊണ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് മണ്ണൂത്തി പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. പർച്ചേസ്. ഓണത്തിന് ചെറിയ പർച്ചേസ്. അലിഞ്ഞു പോണത് അറിയില്ല. പോട്ടെ, ഞങ്ങൾ മണ്ണൂത്തിക്ക് പോയിട്ട് വരാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് 3 മണിക്ക് പോയിട്ട് വരാം. നല്ല ഭംഗിയുള്ള പൂക്കൾ. എന്താ എന്തൊരു ഭംഗിയാണല്ലേ ഓണായിട്ട്. കൂടാൻ പറ്റിയതൊക്കെ ജമന്തിയാണിത്. വൈകുന്നേരം കാഴ്ചകൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ? മണ്ണൂത്തി റോഡിന്റെ നടുവിലൂടെ. ഞങ്ങൾ ടൗണിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. ടൗണിലൊക്കെ പോയിട്ട് ഓണക്കോടി കൊടുത്ത് കുറച്ച് ചട്ടിയും പാത്രമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാ. ഇത് ഇടികല്ല് വാങ്ങിയിട്ടാ. ഇടികല്ലില്ല, അവിടെ പാലക്കാട്ടിലുണ്ടായിരുന്നു. അത് അവിടെ ഇട്ട് കൊണ്ടുവന്നു. ഇതുവരെ വാങ്ങിയിട്ടാ. നമ്മൾ ഇടിക്കാൻ പോവുകയാണ്. ഓണത്തിനിട്ട് ഇടിക്കാം നമുക്ക്. അതെ. പിന്നെ ഞാൻ ഒരു ചട്ടി വാങ്ങിയിട്ടാ. നല്ല വെയിറ്റ് ഉണ്ട്. യാ കാണുമ്പോൾ മറ്റേ കലത്തിൻ്റെ പോലെ. അലുമിനിയം ഭംഗിയില്ലേ? നല്ല വിലയുണ്ട് കേട്ടോ. വിചാരിച്ച പോലെയല്ല. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങി ഡ്രസ്സ് എടുത്തത്. പിന്നെ കളിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ.